ഹായ് ഹലോ നമസ്കാരം. PSC മൈൻഡ് ബൂസ്റ്ററിന്റെ SCERT സീരീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ SCERT പാഠപുസ്തകത്തില് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 2 അവസാന ചാപ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ചാപ്റ്ററിന്റെ പേര് മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. കുറച്ച് ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്ററാണ്. അത്ര ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് നിന്ന് വരുന്നില്ല. പരിചയപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെട്ടു പോവാം. ഓക്കെ, ചെറിയ ചാപ്റ്ററാണ്. കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം തന്നെ ഉയരവും തൂക്കവും തമ്മിലൊരു ബന്ധം പറയുന്ന പാഠപുസ്തകത്തിൽ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നമ്മുടെ ഉയരം അതേപോലെ തന്നെ തൂക്കം, ഇത് പരിശോധനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. BMI എന്ന രീതിയിൽ പറയാം. വളർച്ച പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് ഏത് BMI എന്ന് പറയുന്നത്. ഒരാൾക്ക് ഉയരത്തിനനുസരിച്ച് തൂക്കമുണ്ടോ എന്ന് ഈ പരിശോധനയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ആ രീതിയിലാണ് ഏതുള്ളത് BMI എന്നുള്ള സംഭവം ഉള്ളത്. ഓക്കെ, BMIയുടെ ഫുൾ ഫോം എന്താ? ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് ഫുൾ ഫോം. കിട്ടാലോ. ചെയ്യേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഉയരം കണ്ടെത്തുക, അതേപോലെ തന്നെ ഭാരം കണ്ടെത്തുക. രണ്ട് ആദ്യം കണ്ടെത്തുക. ആദ്യം കണ്ടെത്തേണ്ടത് ഇത് രണ്ടാണ്. അതിനുശേഷം ചെയ്യേണ്ടത് ഭാരത്തെ നിങ്ങൾ എന്ത് ചെയ്തോളണം, ഉയരം ഇൻറ്റു ഉയരം എന്നതുകൊണ്ട് ഹരിക്കണം. ആ സമയത്താണ് എന്ത് കിട്ടുക, BMI കിട്ടുക, അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് കിട്ടുക. അപ്പം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ആദ്യം ഭാരം കണ്ടെത്തുക, ഭാരം ഡിവൈഡ് ബൈ ഉയരം ഇൻറ്റു ഉയരം ചെയ്യുക. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുന്നത് നോക്കുക. നിങ്ങൾ ആ രീതിയിലാണ് ചെയ്തു പോകേണ്ടത്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പാഠപുസ്തകം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക, ആ രീതിയിൽ കണ്ടെത്തുക. ഓക്കെ, നെക്സ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നില്ല, ആ രീതിയിലാണ് കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. ഭാരം ഡിവൈഡ് ബൈ ഉയരം ഇൻറ്റു ഉയരം എന്ന രീതിയിൽ എത്ര ആൻസർ കിട്ടുന്നത് നോക്കാം. ഓക്കെ, ആ കിട്ടുന്ന നമ്പറിനാണ് നമ്മൾ BMI എന്ന രീതിയിൽ പറയുന്നത്, അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് BMI എന്ന് പറയുന്നത് 18.5 കുറവാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഭാരക്കുറവാന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഭാരക്കുറവ് എന്ന് പറഞ്ഞാൽ എന്താ? 18.5 കുറവാണെങ്കിൽ ഭാരക്കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് 18.5 ടു 24.5 ആണെങ്കിൽ ശരിയായ ഭാരമാണ്. അതാണ് ശരിയായ ഭാരം. ഇനി അമിതവണ്ണം എന്ന് പറയുന്നത് 25 മുതൽ 29.9 വരെയാണ്. ഓക്കെ, 25 മുതൽ 29.9 വരെ അമിതവണ്ണം എന്ന് മനസ്സിലാക്കി വെക്കുക. അതൊക്കെയാണ് ബോഡി മാസ് ഇൻഡെക്സിൽ ഏറ്റവും ബേസ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. എങ്ങനെയാണ് ഭാരക്കുറവ്, എങ്ങനെയാണ് ശരിയായ ഭാരം, എങ്ങനെയാണ് അമിതവണ്ണം. നെക്സ്റ്റ് അടുത്തായിട്ട് ശരീരാവസ്ഥയിലെ മറ്റൊരു കാര്യം പൊണ്ണത്തടി ആണെങ്കിൽ, പൊണ്ണത്തടി എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് 30 ടു 39 ആണെങ്കിൽ, 30 ടു 39 ആണെങ്കിൽ എന്ത് മനസ്സിലാക്കി വെക്കുക, 30 ടു 34.9 കേട്ടോ. 30 ടു 34.9 ആണെങ്കിൽ പൊണ്ണത്തടിയാണ്. കിട്ടിയല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് പൊണ്ണത്തടി ഒന്നാം ഘട്ടമായിട്ടാണ് 30 ടു 34.9 മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി 35 ടു 39.9 ആണെങ്കിൽ അത് പൊണ്ണത്തടി രണ്ടാം ഘട്ടമാണെന്ന് മനസ്സിലാക്കി വെക്കുക. മൂന്നാം ഘട്ടം കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഏത്, 40 മുകളിലൊക്കെ BMI വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടു പോകേണ്ട വസ്തുതകൾ. ആ BMI ആയിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം കുട്ടികൾ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോവുക. അത്ര ഇമ്പോർട്ടൻസ് ഈ ഭാഗത്തിന് കൊടുക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ഉറക്കത്തിൻ്റെ രഹസ്യം എന്നൊരു ഭാഗം പരിചയപ്പെടാം നമുക്ക്. അതായത് നമ്മൾ ഉറങ്ങാൻ സഹായിക്കുന്ന രീതിയിൽ ഒരു ഹോർമോൺ ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. ഏതാണ്? മെലാറ്റോണിൻ. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ, ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാ? മെലാറ്റോണിൻ. ഇമ്പോർട്ടൻസ് കൊടുത്തോളാണ്. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് എന്താ? മെലാറ്റോണിൻ. അതാണ് ഏത്? ഉറക്ക ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് രാത്രിയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. മെലാറ്റോണിൻ എപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്? രാത്രിയാണ്. ഉറക്ക ഹോർമോണാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഗ്രന്ഥികളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പരിചയപ്പെടാനുണ്ട്. അതിൽ ഇപ്പം ജസ്റ്റ് ഒരു ഗ്രന്ഥിയുടെ പേര് മനസ്സിലാക്കി വെക്കുക, പീനിയൽ ഗ്രന്ഥി.
ഓക്കെ, ആ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണിൻ്റെ പേരാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ, സെറാട്ടോണിൻ ഇങ്ങനെ ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവിടെ മെലാറ്റോണിനാണ് ഇപ്പം ഉറക്ക ഹോർമോൺ എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. കിട്ടിയോ? എന്നുവെച്ചാൽ അടുത്തായിട്ട് പ്രകാശത്തിൻ്റെ സാന്നിധ്യം മൂലം എന്ത് ചെയ്യും? ഈ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറയും. അപ്പോഴാണ് നാം ഉണരുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ ചില ആൾക്കാർക്കൊക്കെ നല്ലോണം ഉറക്കം കാണാം, അവരുടെ ശരീരത്തിലൊക്കെ നന്നായിട്ട് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരിക്കാം. അതല്ലാതെയും കാരണങ്ങൾ വരാം. ക്ഷീണം കൊണ്ടൊക്കെ എന്ത് ചെയ്യാം? മെലാറ്റോണിൻ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നവയാണ് കാപ്പി, ചായ, കോള എന്നിവ. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇവ കുടിക്കരുത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, ഉന്മേഷക്കുറവ്, പെട്ടെന്നുള്ള ദേഷ്യം തുടങ്ങിയവ ഉറക്കമില്ലായ്മയുടെ ഫലമായിട്ട് ഉണ്ടാകാം എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് ആദ്യം ഉറക്കത്തിൻ്റെ രഹസ്യം എന്നുള്ള ഭാഗത്ത് പരിചയപ്പെടേണ്ടത്. ജസ്റ്റ് ഹോർമോൺ ഏതാണ്, ഏത് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടു പോകേണ്ടത്. കിട്ടിയോ? അടുത്തായിട്ട് പ്രമേഹം എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പ്രമേഹം എന്ന് പറഞ്ഞാൽ? അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലുണ്ടാകുന്ന മാറ്റാണ് അല്ലേ. അപ്പൊ രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് എന്താന്ന് പറയുന്നുണ്ട്? 70 to 100 മില്ലിമീറ്റർ ആണ് സാധാരണ അളവ്. സാധാരണ അളവ് എന്താ? 70 to 100 മില്ലിമീറ്റർ. എന്നാൽ 100 മില്ലിമീറ്റർ, എന്നാൽ അതിനേക്കാളും കൂടുന്നതിന് നമുക്കെന്ത് പറയാം? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര എന്ന രീതിയിൽ പറയാം, പ്രമേഹം എന്ന രീതിയിലൊക്കെ പറയാം. രക്തത്തിലെ പഞ്ചസാരയുടെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയരുന്നതാണെന്ത്? പ്രമേഹം. 100ന്റെ മുകളിലേക്ക് പോകുന്നതിനെ നമുക്കെന്ത് പറയാം? പ്രമേഹം എന്ന രീതിയിൽ പറയാം അല്ലെ. ആ രീതിയിലാണ് പ്രമേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. എന്നുവെച്ചാൽ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് കൊളസ്ട്രോളിനെ കുറിച്ചാണ്. ഓക്കെ, കൊളസ്ട്രോളിനെ കുറിച്ച് പറയാം. അതിന് മുമ്പായിട്ട് പ്രമേഹത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഇൻസുലിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലെ. അപ്പൊ ഇൻസുലിന്റെ കാര്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥിയുടെ പേരാണെന്ത്? പാൻക്രിയാസ് ഗ്രന്ഥി. ആ പാൻക്രിയാസ് ഗ്രന്ഥി ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതിന്റെ പേരാണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ ആരോ ഉൽപ്പാദിപ്പിക്കുന്നത്? അത് പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയതാര് എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ 921 ബാൻഡിങ്, അതായത് ഫെഡറിക് ബാൻഡിങ് എന്ന് പറയുന്ന വ്യക്തിയും അതേപോലെ തന്നെ ജോൺ മക്ലോയിഡ് എന്ന് പറയുന്ന 2 വ്യക്തികളാണ് എന്ത് കണ്ടെത്തിയത്? ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം എന്ന കാരണം ശരീരത്തിന് ആവശ്യമായ അത്ര ഇൻസുലിൻ എന്ത് ചെയ്യില്ല, ഉൾപ്പെടിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് മാറും. അതിനാണ് എന്ത് പറയുന്നത്? ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 1 പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ട കോശങ്ങളുടെ നാശം എന്തിന് കാരണമാകും? ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടാത്തതിന് കാരണമാകും. അതിനാണ് എന്ത് പറയുന്നത്? ടൈപ്പ് 1 പ്രമേഹം എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ടൈപ്പ് 1 പ്രമേഹം ആരിലാണ് അനുഭവപ്പെടുന്നത്? സാധാരണയായിട്ട് കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. ഈ കുട്ടികളിലാണ് കൂടുതലായിട്ട് ആ രീതിയിൽ ടൈപ്പ് 1 പ്രമേഹം കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിന് ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായ അളവിൽ ഇല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് 2. അപ്പോൾ എന്താ ടൈപ്പ് 2 എന്ന് പറയുന്നത്? ടൈപ്പ് 2 എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ ആവശ്യമായ അളവിൽ ഇല്ലാതെ വരിക. ഇങ്ങനെ 2 സാഹചര്യങ്ങൾ, അതിനെ ടൈപ്പ് 2 എന്ന് പറയുന്നത്. നാം സാധാരണ കണ്ടുവരുന്നത് ടൈപ്പ് 2 പ്രമേഹമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ടൈപ്പ് 1 പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവെക്കണം. എന്നാൽ ടൈപ്പ് 2 പ്രമേഹത്തിന് ശരിയായ ജീവിതശൈലിയിലൂടെയും മരുന്നുകളിലൂടെയും നിയന്ത്രിക്കാവുന്ന രീതി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1 എന്താണെന്ന് മനസ്സിലായി, ടൈപ്പ് 2 എന്താണെന്ന് മനസ്സിലായി, ഇൻസുലിൻ കണ്ടെത്തിയാരാന്ന് മനസ്സിലായി, അതേപോലെ തന്നെ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യം. ഇതൊക്കെയാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോകേണ്ടത്. കാര്യങ്ങളെല്ലാം കിട്ടിയോ? അടുത്ത കാര്യം രക്തസമ്മർദ്ദമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പരിചയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. നമുക്ക് രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. അപ്പോൾ രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ?
രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് കണ്ടെത്തി എന്തുപയോഗിച്ചിട്ടാ? സ്വിഗ്മോ മാനോമീറ്റർ. കണ്ടില്ലേ ഈ സൈഡ് കാണുന്ന ഈ ഉപകരണം നമ്മൾ പലപ്പോഴായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് ഈ സംഭവം കാണാറുണ്ട് അല്ലേ? അപ്പൊ ഇതിനെ പറയുന്ന പേരാണെന്ത്? സ്വിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? രക്തസമ്മർദ്ദം കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ രക്തസമ്മർദ്ദം കണക്കാക്കുന്ന ഉപകരണം ഏതാ? സ്വിഗ്മോ മാനോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഉപകരണത്തിൽ 120/80 mm/Hg റീഡിങ് കാണിക്കുന്നതാണ് സാധാരണ രക്തസമ്മർദ്ദം. മാക്സിമം എത്രയാ? 180. മിനിമം എത്രയാ? 80 mm/Hg അത് അതിൻ്റെ യൂണിറ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. ml/Hg എന്ന രീതിയിൽ. ഓക്കെ, ആ രീതിയിലാണ് അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പുകവലി, പൊണ്ണത്തടി, പൊട്ടാസ്യത്തിൻ്റെ കുറവ്, ഉപ്പിൻ്റെ അമിതോപയോഗം, അതേപോലെ തന്നെ പ്രായാധിക്യം എന്നിവ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരുന്നതിന് ഇടയാകുന്നുണ്ട്. അപ്പോൾ രക്തസമ്മർദ്ദം എന്താണെന്ന് മനസ്സിലായല്ലോ, കണ്ടെത്തുന്ന ഉപകരണം മനസ്സിലായല്ലോ, അതിൻ്റെ മിനിമം മാക്സിമം ഒക്കെ മനസ്സിലായല്ലോ. ഈ കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോകേണ്ടത്. നെക്സ്റ്റ് കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അതായത് മൊത്തം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 200 mg/dl ആണ്. ഇത് താഴെയുള്ളതാണ് ശരിയായ അവസ്ഥ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്ത് മനസ്സിലാക്കി വെക്കുക? 200 mg/dl അതിന് താഴെയുള്ളതാണെന്ത് ശരിയായ അവസ്ഥ എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനേക്കാൾ മുകളിലുള്ള അവസ്ഥയെ നമുക്ക് എന്ത് പറയാം? കൊളസ്ട്രോൾ ഉള്ള അവസ്ഥ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കൊളസ്ട്രോളിൽ നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്നുള്ള 2 സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചോളണം. ഓക്കെ, രണ്ടായിട്ട് തരംതിരിച്ചോളുക. നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്നുള്ള രീതിയിൽ. ഓക്കെ, HDL എന്നും ഇനി LDL എന്നെല്ലാം ഇങ്ങനെ 2ആയി തരംതിരിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കുക, അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകൾ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാകുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പരിചയപ്പെട്ട കാര്യമാണ് ഇതിലെ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ രീതിയിൽ രക്തക്കുഴലുകൾ അടിഞ്ഞുകൂടുന്നുണ്ടെന്ന കാര്യം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഇത് കരളിനെയും ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്നാൽ നല്ല കൊളസ്ട്രോൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുന്നതനുസരിച്ച് ഹൃദയാഘാത സാധ്യത കുറയുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നല്ല കൊളസ്ട്രോൾ ആണെങ്കിൽ ഹൃദയാഘാത സാധ്യത കുറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു. അതുപോലെ മത്തി, അയല, ഇലക്കറി, അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, വാൽനട്ട് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളും നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ? മത്തി കഴിക്കണം, അയല കഴിക്കണം, ഇലക്കറി കഴിക്കണം, പയറുവർഗ്ഗങ്ങൾ കഴിക്കണം, നിലക്കടല, വാൽനട്ട് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നോളും. കിട്ടിയോ? നെക്സ്റ്റ്, തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങള് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാം. ചാപ്റ്ററിന്റെ ഹെഡിങ് അങ്ങനെയാ പറയുന്നത് അല്ലെ. ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചാപ്റ്റർ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഹെഡിങ് നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ത് പറയാം? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് എന്തുകൊണ്ടൊക്കെ ഉണ്ടാവാം? അനാരോഗ്യമായ ഭക്ഷണശീലം കൊണ്ടുണ്ടാവാം, വ്യായാമക്കുറവ് മൂലം ഉണ്ടാവാം, അല്പനിദ്ര കുറഞ്ഞ ഉറക്കം മൂലം, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം, ഇതുകൊണ്ടൊക്കെ എന്തുണ്ടാവാം? ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലായിക്കോളാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ പരിചയപ്പെടുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അധികം പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും പ്രാധാന്യം കൊടുക്കേണ്ട കുറച്ച് വസ്തുക്കളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇന്ന് ഇവിടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് 7ാം ക്ലാസ്സിലെ ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.